എല്ലാവർക്കും അനുജ ബിജോയ് വ്ലോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അനുജയാണ്. യാത്രകളും ഭക്ഷണവിശേഷങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ചാനൽ പോണത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും അതേപോലെ സെറാമിക് പോട്ട്സിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷനുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഷോപ്പിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇത് കല്ലിൽ തീർത്ത ഒരു പ്രതിമയാണ് കേട്ടോ. അതോടുകൂടിയാണ് നമ്മളെ വെൽക്കം ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോണത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബുദ്ധൻ എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും അതൊരു വല്ലാത്തൊരു ഫീലാണ് അതിന് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ചെടികൾക്കിടയിലൊക്കെ ഇത് കാക്ടസ് ചെടിയാണ് കേട്ടോ. ഒരുപാട് അധികം വെള്ളവും അങ്ങനെയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റുമാണ്. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു ഓർക്കിഡ് ചെടികളാണ്. അതിലൊക്കെ തന്നെ പൂവുകളും ഉണ്ട്. ഇത് സർപ്പപ്പോളയാണ് കേട്ടോ. 2 കളേഴ്സിലുണ്ട്. ഇതൊരു മഞ്ഞ ഷെയ്ഡ് സൈഡിൽ കൂടെ വരുന്നതാണ് സർപ്പപ്പോള. ഇത് രാത്രി കാലങ്ങളിൽ ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെടിയും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റിൽ അധികം മൂവ് ചെയ്യുന്നൊരു ചെടിയും കൂടെയാണ് ഈ ഒരു സർപ്പപ്പോള എന്ന് പറയുന്നത്. പിന്നെ കാക്ടസിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. ഇതൊക്കെ മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇവിടെ ശരിക്കും ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെയാണ് ഭംഗി എന്ന് പറയുന്നത്. ഈ മണി പ്ലാന്റ്സ് ഒക്കെ വെച്ച ഒരു രീതി ആണ് ശരിക്കും ഭംഗിയായിട്ടുള്ളത്. നമുക്കത് നോക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു ഗ്രീനറി ഫീലും ഒക്കെ തരും നമ്മളുടെ വീടുകളിലൊക്കെ വെക്കുമ്പോൾ. ഇത് നമ്മളുടെ പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇപ്പോൾ ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നത്. ഇത് സെക്കുലൻ പ്ലാൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇൻഡോർ പ്ലാന്റ്സിൽ പെട്ടത് തന്നെയാണ്. ലോ മെയിൻ്റെനൻസ് വരുന്ന ചെടികളിൽ പെട്ടതാണ്. ഇനി ഈ ഭാഗത്തേക്ക് വരുന്നത് കുറച്ചും കൂടെ ലീഫൊക്കെ നല്ല വലുതായിട്ടുള്ള ചെടികളാണ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഇതൊക്കെ പച്ചക്കറി തൈകൾ മുളപ്പിക്കാനായിട്ട് ട്രേയിൽ വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ അലോക്കാസിയ പ്ലാന്റ്സ് ആണ്. എലിഫന്റിന്റെ ചെവിയോട് പോലെയുള്ള സാമ്യമുള്ള ഇലകളായിരിക്കും ഇതിനൊക്കെ ഉണ്ടാവുക. ഈ ഒരു ചെടീൻ്റെ തണ്ട് കണ്ടില്ലേ നിങ്ങൾ? മടഞ്ഞിട്ടതുപോലെയാണത്. അത് ഫോർവോൾ ഫിക്കസ് ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതേപോലെ ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിൻ്റെതായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. ഇതൊക്കെ ചെടികൾ പടരാനായിട്ട് വെച്ചു കൊടുക്കുന്ന മോസ്പോൾ ആണ്. നമ്മളിത് കയറുകൊണ്ടുള്ളതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒരു നെറ്റിൽ നമ്മൾ ചകിരിയും ഒക്കെ കൂടെ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു മോസ്പോൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചെടിയാണ്. നമ്മൾ ഇതൊക്കെ പോട്ടിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇതൊക്കെ തന്നെ വിവിധ ഇനം കാക്ടസ് ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ലോ മെയിൻ്റെനൻസ് ആണ് വരുന്നത് ഇതിനൊക്കെ തന്നെ.
ശരിക്കും നല്ലൊരു പോട്ടിലൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല ഭംഗിയുള്ള ചെടികളുമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിലായിരുന്നു ഒരുപാട് ചെടികൾ വളർത്തിക്കൊണ്ടിരുന്നത്. അതും മൺചട്ടികളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളുടെ അകത്തളങ്ങളിലും കൂടെയാണ് ഇപ്പം ചെടികളൊക്കെ, അതും നല്ല മനോഹരമായിട്ടുള്ള പോട്ടുകളിലും കൂടെയാണ് ഇപ്പം വെക്കുന്നത്. അത് സിറാമിക്കിലും വെക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിലും വെക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരുപാട് ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഒക്കെ ഇപ്പം പോട്ടുകളിലേക്ക് മാറ്റാനായിട്ടുള്ള രീതിക്ക് വെച്ചിട്ടുള്ളതാണ്. എല്ലാം പൂവിട്ടിട്ടും ഉണ്ട്. ഇനി നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫെയറി ഗാർഡൻ. നമ്മൾ പൊട്ടി ചട്ടികളൊക്കെ വെച്ചിട്ട് അതിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടില്ലേ ഇത്? ഇതിലൊരു വീടും ഒരു കപ്പിൾസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പോട്ട് ഭംഗിയാക്കി വെച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ നമുക്ക് സിറാമിക്കിൽ വരുന്നത് ടീ പോട്ടായിരുന്നു നമുക്ക് ഇത്രയും മനോഹരമായിട്ട് കാണാനുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഹാങ്ങിങ് ബോട്ട്സ് ആയാലും ഒക്കെ നമുക്ക് സിറാമിക്കിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പോട്ടുകളാണ് എല്ലാം കാണാൻ പറ്റുന്നത്. അതിൽ പ്രിന്റഡ് വരുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് അഗ്ലോണിമ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഇത് ലിപ്സ്റ്റിക് റെഡ് വിഭാഗത്തിലാണ് ഈ ഒരു ചെടി വരുന്നത്. പല കളേഴ്സിലും വരുന്നുണ്ട് ഈ ഒരു ഇത്. ലീഫിൽ തന്നെ ഒരുപാട്. ഇത് വരുന്നത് ലിപ്സ്റ്റിക് റെഡ് ആണ് വരുന്നത്. ഇത് വാൻഡറിങ് ജ്യൂ ആണ് കേട്ടോ. ഒരുപാട് വെള്ളവും ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ്ങും ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്ററും കൂടിയാണത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഓർക്കിഡ് ചെടികളാണ്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ ഞാൻ. ഇത് മാൾ ഓഫ് ഗാർഡൻ ആണ്. ഇത് കോഴിക്കോടുള്ള നമ്മൾ ബൈപ്പാസിൽ വരുമ്പോൾ മലാപ്പറമ്പ് കഴിയുമ്പോഴുള്ള ജംഗ്ഷനിൽ തന്നെയുള്ള നമ്മൾ റോഡിൽ തന്നെ കാണുന്ന ഒരു ഗാർഡൻ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും അതേപോലെ പോട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഒരുപാടുണ്ട്. ഈ തുമ്പി വന്ന് നിൽക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇതിന് ഇലകളില്ല കേട്ടോ. ഇത് ഹോഴ്സ് ടെയിൽ ബാംബു എന്ന് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പോൾ ഇത് ശരിക്കും കാണാനൊരു ഭംഗിയുണ്ട്. റയർ ചെടികളിൽ പെട്ട ഒരു ചെടിയും കൂടെയാണ്. ശരിക്കും ഗാർഡനിൽ കൂടെ ഇങ്ങനെ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പൂമ്പാറ്റകളും ഒക്കെ ഉണ്ട്. നമ്മളൊരു ചെടി വാങ്ങാൻ വരികയാണെങ്കിൽ പോലും അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഇതും കൂടെ തോന്നും. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പം മുഴുവനായിട്ടും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണുള്ളത്. അതും പല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് ഔട്ട്ഡോർ ചെടികളൊക്കെ ഉള്ളത്.
പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ ഒരു ചെടികളെ ഒരു ഏരിയ ആണ്. അതും പല രീതിയിലുള്ള ചെടികളാണ്. നമുക്ക് പെട്ടെന്ന് കായ്കൾ ഉണ്ടാവുന്നതൊക്കെ ആയിട്ടുള്ള. ഗാർഡനിങ്ങിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചെടിയാണ് റോസ്. അപ്പോൾ അതിൻ്റെ പല വിധത്തിലുള്ള വെറൈറ്റികളും ഉണ്ട്. പിന്നെ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറേ പഴയ കാലത്തുണ്ടായിരുന്ന ചെടികളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. റെയർ ആയിട്ടുള്ള ചെടികളൊക്കെ, പുതിയ തരത്തിലുള്ള ചെടികളും ഉണ്ട്. അതേപോലെ നമ്പ്യാർ വട്ടം, മുല്ല, അങ്ങനെയുള്ള കുറേ നമ്മളിനി തൈകളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ചെടികളുടെയൊക്കെ തൈകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പഴയ നമ്മൾ നമ്പ്യാർ വട്ടത്തിൻ്റെ ഒക്കെയാണ്. പിന്നെ ഇതൊരു പുതിയ രീതിയിലുള്ള നമ്മളുടെ ചെമ്പകപ്പൂവിൻ്റെ ഒരു വെറൈറ്റിയാണിത്. വെള്ള ചെമ്പരത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഡബിൾ കളറിൽ വരുന്നതാണ്. വൈറ്റും ഒരു കുങ്കുമ കളർ അങ്ങനെ വരുന്ന ഒരു ഇതാണിത്. പണ്ടൊക്കെ വലിയ മരങ്ങളായിട്ട് അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ കുങ്കുമം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം സാധാരണ വീടുകളിലും നമ്മൾ വളർത്തുന്നുണ്ട്. അതേപോലെ ഈ എൻട്രൻസിലേക്ക് വരുന്ന അടുത്തുള്ള ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമയും ശരിക്കും ഒരു നല്ലൊരു ഫീല് തരുന്നൊരു പ്രതിമയും കൂടെയാണ് കേട്ടോ അത്. ഇനി നമ്മൾ വരുന്ന ബാംബു അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. അതായത് അലങ്കാര ചെടികളിലേക്ക് വരുന്നതാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേ സമയം വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ തന്നെ വളർത്തുന്നൊരു പൂച്ചയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷെയ്ഡ് ഒരു പ്രത്യേക ഷെയ്ഡാണ്. നമ്മൾ നിലത്തിൻ്റെ മാറ്റും ഇതും കൂടെ ശരിക്കും മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു സൈലൻ്റ് പൂച്ചയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വാങ്ങിയതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ മുളകളിൽ വരുന്ന ചെടികളായിട്ടുള്ളത്. പിന്നെ ഇതൊരു പാതിരാമുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ ഇലകളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്, പക്ഷെ പൂക്കൾ അങ്ങനെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഹേർട്ട് ലീഫ് ഓക്സികാർഡിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സ് ഒക്കെ അല്ലേ കണ്ടത്. ഇനി നമ്മൾക്ക് കുറച്ച് ചെടികൾക്ക് ഇടാൻ പറ്റുന്ന കല്ലുകളും അതേപോലെ തന്നെ അതിൻ്റെ പോട്ട്സുകളും ഒക്കെ നമുക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോണത്. ഇതൊക്കെ വെറൈറ്റി പോട്ട്സ് ആണ് കേട്ടോ. അത് ഇൻഡോർ യൂസിന് ഉപയോഗിക്കുന്നതാണ്. മനോഹരമായിട്ടുള്ള കുറേ സിറാമിക് പോട്ട്സും ഉണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ട്സും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെടികൾക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അങ്ങനെയൊക്കെയാണുള്ളത്. പല സൈസിലും അവൈലബിൾ ആണ് കേട്ടോ, കളേഴ്സും ഒക്കെ. അതേപോലെ ഇതൊക്കെ ടെറാറിയ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ലോ മെയിൻ്റനൻസ് ആവശ്യമുള്ള ചെടികളുമാണ്. വെള്ളവും കുറവാണ് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ സൂര്യപ്രകാശവും കുറഞ്ഞ് ആവശ്യമേ ഉള്ളൂ. അതേപോലെ ടെറാറിയം സെറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഗ്ലാസിൻ്റെ ഇതും അവൈലബിൾ ആണ്. ഒരുപാട് ഷേപ്സ് ഞാനിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഇതും ഉണ്ട്. നമ്മളൊരു ടെറാറിയം സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതിന് മുന്നേ അതിന് വേണ്ട ചെടികളും അതിലുപയോഗിക്കേണ്ട കല്ലുകളും ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ടെറാറിയത്തിൻ്റെ പോട്ട് കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാകുമ്പോൾ മാത്രമേ അത് അത്രയും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഇനി ഈ ഭാഗത്തൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് ചെടികൾ നടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ ടെറാക്കോട്ടേൻ്റെ വലിയ പോട്ടുകൾ വരെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഹാങ്ങിങ് പോട്ട്സിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്.
ഇനി നമ്മൾ മാൾ ഓഫ് ഗാർഡൻ്റെ സെക്കൻഡ് നിലയിലേക്കാണ് കേട്ടോ പോണത്. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ശില്പങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് വരാം നമുക്ക്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ പോണ്ട് പോലെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. താമരയൊക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള ഫൈബറാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ ഗാർഡനിൽ വെള്ളം ഫ്ലോ ചെയ്യുന്ന പോലുള്ള വാട്ടർഫോൾസിൻ്റെ രീതിയിലുള്ള ചെയ്യാനുള്ള കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ അവിടെ കണ്ടതൊക്കെ. ഇതൊക്കെ തന്നെ ക്ലേ ടോയ് ആണ് കേട്ടോ. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റും. കുറഞ്ഞ മണ്ണ് മാത്രമേ നമുക്കിതിൽ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ചെടികളൊക്കെ വെക്കാൻ പറ്റും ടോയ്സിൻ്റെ അതേ രീതിക്ക്. ഒരേ സമയം ഇൻഡോർ ആയിട്ടും അതേപോലെ ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതെല്ലാം തന്നെ സിറാമിക് പോട്ട്സ് ആണ് കേട്ടോ. ഈ ഒരു നിലയിൽ വരുന്നതെല്ലാം ഒരുവിധമൊക്കെ സിറാമിക് പോട്ട് തന്നെയാണ്. ഇതൊക്കെ തുളസിത്തറയാണ് കേട്ടോ. അത് ഫ്ലാറ്റിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ തുളസിത്തറ വെക്കാനൊക്കെ ഉള്ള രീതിക്കുള്ള ചെറിയ ചെറിയ തുളസിത്തറയുണ്ട്. അതേപോലെ വലുതുമുണ്ട്. 400 രൂപ സ്റ്റാർട്ടിങ് ആ ഒരു രീതിക്കാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ സിറാമിക്കിൻ്റെ വേറെ തന്നെ പോട്ട്സും ഒക്കെ ഉണ്ട്. വൈറ്റ് കളേഴ്സ് അതേപോലെ മാർബിൾ ഷെയ്ഡിലൊക്കെ വരുന്നതുണ്ട്. ഇത് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞാൽ വരുന്ന മെഡിക്കൽ കോളേജിലേക്ക് റോഡിൽ പോണ റോഡാണ് കാണുന്നത്. അപ്പോൾ ഈസിയാണ് എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക. ഒരുപാട് ചെടികളും പോട്ട്സും ഒക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനും പറ്റും. അതേപോലെ നിങ്ങൾക്ക് ചെടികളൊക്കെ ഓൺലൈൻ വാങ്ങാനുള്ള ഒരു സൗകര്യവും കൂടെ ഉണ്ട്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു യാത്ര മാൾ ഓഫ് ഗാർഡനിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള യാത്രകളിലും കൂടെ ഉണ്ടാവാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.